വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. സിൻസൈ മറ്റി എന്ന ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജിയാങ്മു ഷെങ്ങുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നെങ്കിലും അജിനെ അടിച്ചതിന്റെ പേരിൽ അവൾ അവനെ മുട്ടിലിരുത്തി ശിക്ഷിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, അവന്റെ കാര്യത്തിൽ അവളെപ്പോലെ തന്നെ ഉത്തരവാദിത്തം ഉണ്ടാക്കുമെന്നൊക്കെ കുറേ സമയം പറഞ്ഞതിന് ശേഷമാണ് അവൾ അവനെ വിട്ടത്. സിഹാന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ കുറേ ദിവസങ്ങൾ ചെലവഴിക്കുകയും മറ്റും ചെയ്തപ്പോൾ ഷെങ്മുവിന് ജീവിതത്തിൽ ആദ്യമായി ഒരു കുടുംബത്തോടൊപ്പം കഴിയുന്നതിൻ്റെ ഫീലിങ്സ് അറിയാൻ കഴിഞ്ഞു. അതിൻ്റെ സന്തോഷത്തിൽ അവൻ പുതിയൊരു ഡെസേർട്ട് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അച്ഛനും അമ്മയും ഉറങ്ങിയ ശേഷം സിഹാനും അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഫാമിലി എന്ന പേരിൽ അവൻ പുതിയ ഡെസേർട്ട് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് അവളോട് പറയുന്നുണ്ട്. അതിന് അവസരം ഉണ്ടാക്കി തന്നതിന് അവൾക്ക് താങ്ക്സും പറയുന്നു. അച്ഛനോടും അമ്മയോടും ജോലിയുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ഞാനാണ് നിനക്ക് താങ്ക്സ് പറയേണ്ടത് എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കളിൽ ഒരു കുഞ്ഞ് കിസ് നൽകിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോകുന്നു. അടുത്ത ദിവസം അവളുടെ അച്ഛനും അമ്മയും തിരികെ പോകുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് അനുവാദം തന്നതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നേട്ടം കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് സിഹാൻ ഇപ്പോൾ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മുമ്പ് ഡെസേർട്ട് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ മാത്രമാണെന്ന് കരുതുന്ന ബോസ് ഇപ്പോൾ ജോലിക്കിടയിൽ പോലും ഗേൾഫ്രണ്ടിനെ ഫോൺ വിളിച്ച് അവളുമായി സംസാരിക്കുന്നത് നാൽവർ സംഘത്തെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാശ് തന്നു തീർത്തിട്ട് തമ്മിൽ കണ്ടാൽ മതിയെന്ന് ഈഹൻ പറഞ്ഞെങ്കിലും സിഹാങ് ഇപ്പോഴും അവൻ്റെ പുറകെ തന്നെ നടക്കുകയാണ്. അവളുടെ ക്യാഷ് പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ വേണ്ടി അവനിപ്പോൾ ഫ്രീ ടൈമിൽ വേറെ പാർട്ട് ടൈം ജോലികളും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ക്യാഷ് പെട്ടെന്ന് തന്നെ തന്നു തീർക്കണമെന്നില്ല, ധൃതി പിടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അവൻ മസിൽ പിടിച്ച് ജാട കാണിക്കുന്നുണ്ടെങ്കിലും അവൾ വെയിൽ കൊണ്ട് നിൽക്കുന്നത് കണ്ട് കോട്ട് തലയിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കാണുമ്പോൾ അവളുടെ കാര്യത്തിൽ കെയർ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. സിഹാങ് ഷെങ്മുവിൻ്റെ അസുഖത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി ഇൻ്റർനെറ്റിൽ തിരയുകയും ഡോക്ടറുമായി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ഫുഡ് ബ്ലോഗർ പ്രത്യേകിച്ചൊരു പ്രകോപനമില്ലാതെ ഷെങ്മുവിൻ്റെ ഡെസേർട്ട് ഷോപ്പിൻ്റെ പേരിൽ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയത്. അവൻ ചേച്ചിയുടെ ക്യാഷ് ഉപയോഗിച്ചാണ് ഷോപ്പ് തുടങ്ങിയത് എന്നതിൻ്റെ പേരിലായിരുന്നു ആദ്യത്തെ പ്രശ്നം. അത് പക്ഷേ സത്യമായിരുന്നുകൊണ്ട് ഷെങ്മു അത്ര കാര്യമാക്കാതെ വിട്ടുകളയുന്നു. ഷെങ്യുവും പ്രശ്നത്തെക്കുറിച്ച് അറിയുന്നുണ്ട്. ആ വ്ളോഗർക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ അവൾ ഏൽപ്പിക്കുന്നു. അന്ന് രാത്രി സിഹാനും അവനോട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഷോപ്പിലെ ബിസിനസ്സിനെ എങ്ങനെയുള്ള ആർട്ടിക്കിൾസ് നെഗറ്റീവായി ബാധിക്കുമല്ലോ എന്നതിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. ആ വ്ളോഗർ പറഞ്ഞതുപോലെ തന്നെ ചേച്ചിയുടെ ക്യാഷ് കൊണ്ടാണ് ആദ്യം ഷോപ്പ് തുടങ്ങിയത്. പക്ഷേ ബിസിനസ് നല്ല ലാഭത്തിൽ പോയതുകൊണ്ട് അധികം വൈകാതെ തന്നെ ക്യാഷ് തിരികെ നൽകിയിരുന്നു എന്ന് അവനോട് പറയുന്നു. അവനുണ്ടാക്കിയ ഒരു ഡെസേർട്ട് കഴിക്കുന്നതിനിടയിലാണ് അവൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. അവളുടെ ചുണ്ടിൻ്റെ ഒരു വശത്തെ അതിൻ്റെ കുറച്ച് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഡെസേർട്ട് ടേസ്റ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് അവനത് കഴിക്കുന്നുണ്ട്. ഷെങ്മുവിനെ കുഴപ്പത്തിലാക്കാൻ വ്ളോഗർ ആദ്യം ഉന്നയിച്ച ആരോപണം പ്രതീക്ഷിച്ച പോലെ റിയാക്ഷൻ ഉണ്ടാക്കാത്തതുകൊണ്ട് വീണ്ടും അയാൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നു. ഇത്തവണ ഷെങ്യുവും ജിയാങ്ങുവും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പേരിലായിരുന്നു ആരോപണങ്ങൾ. ഇങ്ങനെ റിലേഷൻ ഉള്ളതുകൊണ്ടാണ് അവന് അവസരങ്ങൾ കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ് അയാൾ പറഞ്ഞത്. അവൻ്റെ കരിയറിനെ അത് നെഗറ്റീവായി ബാധിക്കുന്നതിനാൽ അവൻ്റെ മാനേജർ അതിനെക്കുറിച്ച് ഓർത്ത് ആകെ ടെൻഷൻ അടിക്കുന്നു. അവനത് ഇത്ര കാര്യമായി എടുത്തിട്ടില്ല. അവളുമായുള്ള റിലേഷൻ എല്ലാവരും അറിഞ്ഞതിൻ്റെ സന്തോഷമാണ് അവന്. ഷെങ്യു അതിനെക്കുറിച്ച് സംസാരിക്കാനേ വന്നപ്പോൾ ബ്രേക്കപ്പ് ആകാൻ അവൾ പറയുമെന്നോർത്ത് അവനൊന്ന് പിടിച്ചെങ്കിലും റിലേഷൻഷിപ്പ് പബ്ലിക്കാക്കാം എന്നാണ് അവൾ പറഞ്ഞത്. ഷെങ്മുവിനെതിരെ വന്ന പോസ്റ്റുകളൊക്കെ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഏർപ്പാടൊക്കെ അവൾ ചെയ്തിരുന്നതിനാൽ ഷെങ്മു വിശദമായി അതിനെക്കുറിച്ചൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവന് മുമ്പ് മാനസിക പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളതിനെക്കുറിച്ചും അവൻ്റെ അമ്മ ഒരു മനോരോഗിയായിരുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെ ബ്ലോഗർ വീണ്ടും വീഡിയോ ചെയ്യുന്നു. അതോടെ അതിൻ്റെ സത്യാവസ്ഥ അറിയാനായി പലരും അവൻ്റെ മാസ്റ്ററുടെ അടുത്തും അവൻ്റെ ഷോപ്പിലുമൊക്കെ എത്തുന്നു. ഷോപ്പിലേക്ക് കയറാൻ ശ്രമിച്ചാലേ ബായിയും മറ്റുള്ളവരും ചേർന്ന് തടയാൻ ശ്രമിച്ചെങ്കിലും അധിക നേരം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. എല്ലാവരും കൂടി ഇടിച്ചു കയറി ഷെങ്മുവിൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങുന്നു. ആ ബഹളമെല്ലാം കൂടി കണ്ടപ്പോൾ അവനാകെ അസ്വസ്ഥത അനുഭവപ്പെടുകയും അവനെങ്ങോട്ട് ഓടിപ്പോവുകയും ചെയ്യുന്നു. അവൻ എങ്ങോട്ടാണ് പോയതെന്നറിയാതെ എല്ലാവരും വിഷമിക്കുന്നു. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഷെങ്യു സിഹാന്റെ അടുത്തെത്തി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവൻ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാറുണ്ട് എന്ന് ചേച്ചി അവളോട് പറയുന്നു. അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഓർത്തപ്പോഴാണ് അവനെ ആദ്യമായി കണ്ട ബീച്ചിനെ കുറിച്ച് സിഹാൻ ഓർമ്മ വന്നത്. അവൾ അവനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഷെങ്മു ശരിക്കും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മ മനസ്സിൻ്റെ സമനില തെറ്റി കുറേ ഗുളികകൾ കഴിച്ച് ജീവനെടുക്കുന്നത് അവൻ നേരിട്ട് കണ്ടിരുന്നു. അതിനുശേഷമാണ് അവൻ ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. അച്ഛൻ കൂടി മരിച്ചതോടെ ഷെങ്യു മാത്രമാണ് അവൻ ഉണ്ടായിരുന്നത്. ഭാഗ്യം വരാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് ഷെങ്യു നൽകിയ മാലയാണ് അവൻ അന്ന് സിഹാന്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തത്. അവൻ കടൽത്തീരത്തിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ അന്വേഷിച്ച് സിഹാൻ അവിടെ എത്തിയത്. അവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ കടലിലേക്ക് ചാടാൻ നിൽക്കുന്ന പോലെ തോന്നിയതിനാൽ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവൾ പുറകിൽ നിന്ന് തന്നെ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവൻ അപ്പോഴേക്ക് നോർമലായി കഴിഞ്ഞിരുന്നു. അത് മനസ്സിലായപ്പോൾ സിഹാൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവന് കുഴപ്പമില്ല എന്ന് ഉറപ്പായപ്പോൾ അവർ തിരികെ പോകുന്നുണ്ട്. അവൻ്റെ മാസ്റ്ററുടെ അടുത്തേക്കാണ് അവർ ആദ്യം പോയത്. പലരും അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയതിനെക്കുറിച്ച് ഷെങ്മു അറിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത്. സിഹാനെയും അവൻ മാസ്റ്റർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവനെ കണ്ടെത്തിയ കാര്യം സിഹാൻ ഷെങ്യുവിനെ വിളിച്ചറിയിച്ചിരുന്നു. ജിയാങ്മു അവളെ സമാധാനിപ്പിക്കാനായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിഹാൻ അവനെയും കൂട്ടി അവിടെ എത്തിയത്. എല്ലാവരെയും വിഷമിപ്പിച്ച് ഇങ്ങനെ ഓടിപ്പോയതിന് ഷെങ്മു അവളോട് സോറി പറയുന്നു.
1 വർഷം മുമ്പ് സിഹാൻ അവനെ ആദ്യമായി കണ്ട ദിവസം ഇതുപോലെ തന്നെ എന്തോ മാനസിക പ്രശ്നമുണ്ടായി അവൻ ഓടിപ്പോയതാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് അവൻ അവിടെ ചെന്ന് നിന്നത്. പക്ഷെ അവളെ കണ്ടതിന് ശേഷം ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ കിട്ടി തിരികെ പോരുകയായിരുന്നു. അന്ന് അവൻ ആത്മഹത്യ ചെയ്യാൻ പോയതാണെന്ന് ഷെങ്യുവിന് മനസ്സിലായിരുന്നു. എങ്കിലും ഒരിക്കൽ പോലും അവൾ അതിനെക്കുറിച്ച് അവനോട് സംസാരിച്ചിട്ടില്ല. അന്ന് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് അവനൊരു ഭാരമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിരുന്നു. അതിനെ തുടർന്നാണ് അവൻ അങ്ങനെ ചെയ്തത്. ആ പ്രശ്നത്തിൻ്റെ പേരിലാണ് അവൾ അയാളുമായി ബ്രേക്കപ്പ് ആയത്. ഇപ്പോൾ അവൾ അതിനെക്കുറിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. മറ്റാരും കൂടെയില്ലെങ്കിലും ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. ഒരിക്കൽ പോലും നീ എനിക്കൊരു ഭാരമായി തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെ മണ്ടത്തരമൊന്നും കാണിക്കരുതെന്ന് അവൾ അവനോട് പറയുന്നു. ഇനി ഒരിക്കലും ഇങ്ങനെ ഓടിപ്പോകില്ല എന്നും അവനെ കൊണ്ട് പ്രോമിസ് ചെയ്യിക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഷെങ്യുവും ജിയാങ്ങുവും കൂടി പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരനായ വ്ളോഗറെ പോയി കാണുന്നു. ഒരു വക്കീൽ നോട്ടീസുമായിട്ടാണ് അവർ പോയതെങ്കിലും വെറും ഒരു വക്കീൽ നോട്ടീസ് കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന മട്ടിലാണ് അയാൾ പ്രതികരിച്ചത്. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ വക്കീൽ നോട്ടീസ് മാത്രമായി വന്നത് അയാളുടെ മകൾ അയാൾ അറിയാതെ സോറി പറഞ്ഞുകൊണ്ട് ജിയാങ്മുവിനൊരു വീഡിയോ അയച്ചിരുന്നു കൊണ്ടാണ്. ആ കുട്ടി സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. ജിയാങ്മുവിന് മുമ്പൊരിക്കൽ അവളെ കാണാൻ പോയിട്ടുണ്ട്. ആ പരിചയം കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിപ്പിച്ചപ്പോൾ അവൾ ഇടപെട്ടത്. അവളുടെ ചികിത്സയ്ക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാവുന്നതിനാൽ കുട്ടിയുടെ ചികിത്സയുടെ മുഴുവൻ ചെലവ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ജിയാങ്വു അറിയിക്കുന്നു. പകരമായി പബ്ലിക്കായി ഷെങ്ങിനോട് മാപ്പ് പറയുകയും അയാളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആക്കുകയും ചെയ്യണം. അയാൾ അതിന് തയ്യാറാകുന്നുണ്ട്. അയാൾക്ക് പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് ജിയാങ്വിന് സംശയമുണ്ടായിരുന്നതിനാൽ അതിനെക്കുറിച്ച് അവൻ ചോദിച്ചപ്പോഴാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ ഷെങ്യുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ടാണെന്ന് അറിയുന്നത്. അവർ ഷെങ്മുവിനെ കൂട്ടിക്കൊണ്ട് അയാളെ കാണാൻ പോകുന്നു. പക്ഷെ അവരെ രണ്ടുപേരെയും പുറത്തു നിർത്തിയിട്ട് ഷെങ്യു തനിച്ചാണ് അയാളുടെ അടുത്തേക്ക് ചെന്നത്. ആദ്യം തന്നെ അവൾ അയാൾ കിട്ടുന്നു പൊട്ടിക്കുന്നുണ്ട്. അവൾ അയാളുമായി ബ്രേക്കപ്പ് ആകാൻ കാരണം ഷെങ്മു ആണെന്നാണ് അയാൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചതാണ്. ഇപ്പോഴും അവൾ വീണ്ടും ഗേൾഫ്രണ്ട് ആക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർക്കാൻ തയ്യാറാണ് എന്ന് അയാൾ അറിയിക്കുന്നു. ഈ പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. അവൻ കാരണമല്ല ഞാൻ നീയുമായി ബ്രേക്കപ്പ് ആയത്. ഇത് എൻ്റെ മാത്രം തീരുമാനമാണ്. ഇനി ഇക്കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ അവളെ കയറി പിടിക്കുന്നു. ബഹളം കേട്ട് പുറത്തു നിന്നിരുന്നവർ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഷെങ്മുവും അയാളെ തല്ലുന്നു. ഇനി ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുതെന്ന് വാണിംഗ് കൊടുത്തിട്ടാണ് അവർ അവിടെ നിന്ന് പോയത്. അവർ പറഞ്ഞതനുസരിച്ച് ബ്ലോഗർ ഷെങ്മുവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നു. അയാൾ അക്കൗണ്ട് ഡിലീറ്റ് ആക്കുകയും ചെയ്യുന്നു. അതോടെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നുണ്ട്. സിഹാൻ്റെ അച്ഛനും അമ്മയും വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അവർ ഒരു വീഡിയോ മെസ്സേജ് റെഡിയാക്കി അവർക്ക് അയക്കുന്നുണ്ട്. അന്ന് രാത്രി അവൾ അവരെ അത് കാണിക്കുന്നു. അവൻ്റെ അസുഖത്തെക്കുറിച്ച് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അവളായിട്ട് ഇങ്ങോട്ടൊന്ന് പറയട്ടെ എന്ന് കരുതിയാണ് അതിനെക്കുറിച്ച് ചോദിക്കാതിരുന്നത്. ഇതിൻ്റെ പേരിൽ ഒരിക്കലും അവനെ തള്ളിപ്പറയുകയില്ല. ഈ അസുഖം കാരണം ഇത്രയും കാലം അവൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാകുമെന്നറിയാം. ഇനിയും ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഇനിയുള്ള കാലം നിന്നെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്നൊക്കെ അവർ അതിൽ പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ അവർ ദേഷ്യപ്പെടുമെന്ന് പിടിച്ചിരുന്ന ഷെങ്മുവിന് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആശ്വാസമാകുന്നുണ്ട്. ഇനി മുതൽ എൻ്റെ പേരൻസ് നിന്റെയും കൂടിയാണ്. നീ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്നും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ സിഹാനും അവനോട് പറയുന്നു. അന്ന് രാത്രി അവർ ഒരുമിച്ച് കഴിയുന്നുണ്ട്. ഇടയ്ക്ക് സിഹാൻ മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇരുട്ടിനോടുള്ള അവൻ്റെ പേടി മാറ്റാൻ വേണ്ടി അവളൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. ഷെങ്മു കണ്ണു തുറന്നപ്പോൾ ഇരുട്ട് കണ്ട് അസ്വസ്ഥനായെങ്കിലും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഷെങ്യുവിന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായി ചെക്ക് ചെയ്തപ്പോഴാണ് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ അവൾ മാനസികമായി തയ്യാറായിട്ടില്ലായിരുന്നെങ്കിലും ജിയാങ്മിൻ അതുവരെ തൻ്റെ മുഴുവൻ സമ്പാദ്യത്തിൻ്റെയും ഡോക്യുമെൻ്റ് അവളെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്നറിയിക്കുന്നു. അതോടെ അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കയൊക്കെ മാറുന്നുണ്ട്. ഷെങ്മു അടുത്ത ദിവസം രാവിലെ അവൻ്റെ ചെറുപ്പത്തിലൊരു ഫാമിലി ഫോട്ടോ ഷോക്കേസിൽ കൊണ്ടുവയ്ക്കുന്നു. ഇത്രനാളും അവൻ അതെവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് സിഹാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് അവനെ വിളിക്കുന്നു. തലേന്ന് രാത്രി സ്വപ്നമൊന്നും കാണാതെ സമാധാനമായി ഉറങ്ങിയെന്ന് അവൻ അവളോട് പറയുന്നു. ബ്രേക്ക്ഫാസ്റ്റ് സ്വന്തമാക്കി റെഡിയാക്കിയാണെന്ന് പറഞ്ഞ് അതിന് എത്ര മാർക്ക് നൽകും എന്ന് ചോദിച്ചുകൊണ്ട് സിഹാൻ അവൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്തപ്പോഴേ അത് പാഴ്സൽ വരുത്തിയതാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. കൊണ്ടുവന്ന പാക്കറ്റ് വേസ്റ്റ് ബിന്നിൽ കിടക്കുന്ന കൂടി കണ്ടപ്പോൾ അവന് ഉറപ്പാകുന്നു. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന കവർ ഒളിപ്പിക്കാൻ മറക്കണ്ട എന്നവൻ പറഞ്ഞപ്പോൾ അവൾ ചമ്മുന്നുണ്ട്. കുക്ക് ചെയ്യാൻ അറിയാത്തതിൻ്റെ പേരിൽ എന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റുന്ന സമയമൊക്കെ കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ നീ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനിവിടെ ഉണ്ടല്ലോ എന്നവൻ പറയുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം അവൻ അന്നാണ് ഷോപ്പിലേക്ക് തിരികെ പോയത്. സിഹാനും ഒപ്പമുണ്ട്. 4 വർഷം അവനെ കണ്ടപ്പോൾ തന്നെ ഓടി അടുത്തേക്ക് ചെന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഷെങ്മു ഷോപ്പിൽ ഇരുന്നുകൊണ്ട് ഒരു ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നു. ഉണ്ടായിരുന്ന അസുഖത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മാസ്റ്ററെ കണ്ടുമുട്ടിയതും അദ്ദേഹമാണ് ഡെസേർട്ട് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവൻ അതിൽ പറയുന്നു. മാത്രമല്ല ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടിയിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ളവരെ ജോലിക്കെടുക്കാൻ തയ്യാറാണെന്നും അവൻ വീഡിയോയിൽ പറയുന്നു. മുമ്പ് ഷെങ്യുവിൻ്റെ കയ്യിൽ ഇട്ടുകൊടുക്കാൻ കഴിയാതെ പോയ മോതിരം ജിയാങ്വു പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുന്നതോടെ അവളെ ധരിപ്പിക്കുന്നുണ്ട്. സിഹാൻ തൻ്റെ ബ്ലോഗിലും ഷെങ്മുവിൻ്റെ മനോരോഗം ബാധിച്ചവർക്ക് വേണ്ടിയുള്ള ഹീലിംഗ് പ്രോജക്റ്റിനെ കുറിച്ച് എഴുതുന്നു. അവരെ റിക്രൂട്ട് ചെയ്യാനും ഫ്രീ ആയി ഡെസേർട്ട് ഉണ്ടാക്കാൻ പഠിപ്പിക്കാനും താല്പര്യമുണ്ടെങ്കിൽ തുടർന്ന് ജോലി നൽകാനുമൊക്കെ അവൻ തയ്യാറാണെന്നും അവൾ അതിൽ എഴുതുന്നുണ്ട്. ഷെങ്മു ഫാമിലി എന്ന പേരിൽ പുതിയ ഡെസേർട്ട് റെഡിയാക്കുന്നു.
ഇപ്പോൾ അവൻ്റെ ഷോപ്പിൽ നല്ല തിരക്കാണ്. ജോലി കൂടുതലാണ് എന്നുള്ള പരാതിയെ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൂ. സിയാങ്ങിൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് അവൾക്ക് കോളേജിലേക്ക് തിരികെ പോകാനുള്ള സമയമായിരിക്കുന്നു. അക്കാര്യം പറയാൻ ചെന്നപ്പോഴും അവളുടെ ക്യാഷ് തിരികെ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഈഹാൻ സംസാരിച്ചത്. നിനക്ക് ക്യാഷിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിച്ച് അവൾ പിണങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ അവൻ അവളെ പിടിച്ചെടുത്തിട്ട് അടുത്ത വെക്കേഷൻ എന്നാണ് വരുന്നതെന്ന് ചോദിച്ചറിയുന്നു. അപ്പോഴേക്കും അവളുടെ ക്യാഷ് മുഴുവൻ കുറേശ്ശെയായി മാസം തോറും കൊടുത്തു തീർക്കാം, ഇനി വരുമ്പോൾ എൻ്റെ ഗേൾഫ്രണ്ടായിട്ട് വേണം വരാനെന്ന് അവൻ പറയുന്നു. ഗേൾഫ്രണ്ട് ആകാൻ അവൻ സമ്മതിച്ചത് സിയാങ്ങിനെ ശരിക്കും സന്തോഷിപ്പിക്കുന്നുണ്ട്. ഷെങ്മു സിഹാനെ ആദ്യമായി കണ്ട സ്ഥലത്ത് വെച്ച് തന്നെ ഒഫീഷ്യലായി അവളെ പ്രപ്പോസ് ചെയ്യുന്നു. അങ്ങനെ അവർ വിവാഹം കഴിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. പിന്നീട് 1 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. ഷെങ്മു പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. പഴയ സ്റ്റാഫിൽ 2 പേരെ അവിടുത്തെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ബാക്കി 2 പേർ ഇപ്പോഴും പഴയ ഷോപ്പിൽ തന്നെയാണ്. ഹീലിംഗ് പ്രൊജക്റ്റ് വഴി പുതുതായി കുറേ പേരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നു. അവരെ ശരിയായി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെന്ന് ബായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സിയാങ്ങും ഈഹങ്ങും ഇപ്പോൾ റിലേഷൻഷിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മറ്റുള്ളവർ അവരെ അഭിനന്ദിക്കുന്നുണ്ട്. ഷെങ്മു സിഹാനും ഹാപ്പിയായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി നിൽക്കുമ്പോഴാണ് അച്ഛനും അമ്മയും വീണ്ടും വഴക്കിട്ടെന്ന് പറഞ്ഞുകൊണ്ട് റൂയി അവിടെ എത്തുന്നത്. സിഹാനും ഷെങ്മുവും ചിരിച്ചുകൊണ്ട് അവനെ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി നിൽക്കുന്നിടത്ത് ഈ ഡ്രാമ അവസാനിക്കുകയാണ്. മറ്റൊരു പുതിയ ഡ്രാമയുമായി ഉടനെ തന്നെ കാണാം. പുതിയ കൂട്ടുകാർ നമ്മുടെ ചാനലിലെ മറ്റ് ഡ്രാമകളൊക്കെ കണ്ടു നോക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ തീർച്ചയായും അറിയിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.